ഈ ചോദ്യം ഇന്ന് രാഷ്ട്രീയ ചർച്ചകളുടെ അടിവേരിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും മദ്യനയങ്ങളുടെയും കരിമണൽ ഖനനത്തിന്റെയും ചർച്ചകളിൽ പരസ്പരം വിമർശിക്കുന്നതിനിടെ നയനിർണയത്തിന്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യം വീണ്ടും ഉയരുകയാണ്. പിണറായി വിജയൻ സർക്കാരിനെതിരെ കടുത്ത നിലപാടുകളെടുത്ത് ഒറ്റയാൾ തീരുമാനങ്ങളെയും അധികാര കേന്ദ്രീകരണത്തെയും വിമർശിച്ച പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ അതേ ശൈലിയിലെ ഭരണരീതിയിലേക്ക് കടക്കുന്നതാണോ എന്ന സംശയമാണ് ഉയരുന്നത്. മന്ത്രിമാരെ കാഴ്ചക്കാരാക്കി തീരുമാനങ്ങൾ മുന്നോട്ടു പോകുന്ന അതേ താളം. ഉമ്മൻചാണ്ടി കാലത്ത് പ്രതിപക്ഷ നേതാവിന്റെ റോളെടുത്ത VM സുധീരൻ ഇന്ന് ആ കുപ്പായം വീണ്ടും ഇടുമ്പോൾ മദ്യനയവും ഖനന നയവും കേരള രാഷ്ട്രീയത്തിൽ ആർക്കാണ് നയം, ആർക്കാണ് നിഴൽ എന്ന ചോദ്യം വീണ്ടും ശക്തമാക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറവും കരിമണൽ ഖനന വിഷയവും മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടും അതിനെ മറികടന്ന് VM സുധീരൻ പരസ്യ വിമർശനവുമായി രംഗത്തെത്തുമ്പോൾ പിണറായി സർക്കാരിനും സതീശൻ സർക്കാരിനും ഒരേ ശബ്ദമാണോ എന്ന സംശയം ബലപ്പെടുന്നു. മുഖ്യമന്ത്രിയിലുള്ള സംശയം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ തിരുത്തേണ്ടി വരുമോ സതീശൻ? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ UDF-ൽ ചർച്ചയുണ്ടാകുമെന്ന് ഇന്നലെ VD സതീശൻ നിയമസഭയിൽ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന നികുതി തന്നെ 120%, 175%. അത് തന്നെയാവും നടപ്പാക്കുക എന്നും VD സതീശൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. പക്ഷേ വീര്യം കുറഞ്ഞ മദ്യം വേണോ വേണ്ടയോ എന്ന് ആദ്യം UDF തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊരു തിരുത്തലിന്റെ സ്വരമായും പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് VM സുധീരൻ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉടൻ തിരുത്തണം എന്ന ആവശ്യമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഫിനാൻസ് ബില്ലിൽ ഇക്കാര്യം ഉണ്ടാകരുത്, ഈ നികുതി ഉണ്ടാകരുത് എന്ന കാര്യം അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അതിന് പുറമെയാണ് ബജറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായ ധാതു ഇടനാഴി വിഷയത്തിൽ കരിമണൽ ഖനനം അവിടെ ഒരു ഘടകമാകും എന്നുള്ള കാര്യം VM സുധീരൻ പറയുന്നത്. ഇക്കാര്യവും ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയതാണ്. സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനത്തിന് അനുമതി ഉണ്ടാവുകയില്ല, സ്വകാര്യ മേഖലയെ കടന്നുവരാൻ അനുവദിക്കുകയില്ല എന്ന കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. പക്ഷേ എന്നിട്ടും VM സുധീരൻ ഇന്ന് വിമർശനവുമായി രംഗത്തെത്തുകയാണ് ഉണ്ടായത്. മന്ത്രിമാരെ പോലും കാഴ്ചക്കാരാക്കിയാണോ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നത് എന്നുള്ള വിമർശനവും നികുതിയുടെ കാര്യത്തിൽ എക്സൈസ് മന്ത്രി പോലും അറിയാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുടെ കാര്യത്തിൽ എടുത്ത തീരുമാനത്തിൽ ഉണ്ടോ എന്നുള്ള സംശയവും ബലപ്പെടുന്നു. ഇതിലും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് കോൺഗ്രസിൽ നിന്ന് ഉള്ളവർ തന്നെയാണ് എന്ന വൈരുദ്ധ്യവുമുണ്ട്. VM സുധീരന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം. LDF ഇത് കൊണ്ടുവന്ന കാലത്ത് ശക്തമായി അതിനെ വിമർശിച്ച ആളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അന്ന് വിമർശിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഗവൺമെൻറ്റാണ് സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ഇടതുപക്ഷം ഈ കാര്യത്തിൽ ആത്മാർത്ഥമായി ചെയ്യും എന്ന് കരുതുന്ന സാഹചര്യം അവരൊരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് UDF-ന്റെ പ്രഖ്യാപിത നയമാണിത്. ആ നയത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ തീരുമാനം പിൻവലിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു ഏറ്റവും ഉചിതം. നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഓരോ തീരുമാനവും സ്വീകരിക്കുന്ന ഓരോ നടപടിയും അങ്ങേയറ്റം ഔചിത്യം നിലനിർത്തിക്കൊണ്ട് വേണം മുന്നോട്ട് നീക്കാൻ. സർക്കാരിൻ്റെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ല. സന്ദർഭവശാൽ ഒരു കാര്യം കൂടെ പറയട്ടെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിനെ പോലെ ഇത്രയേറെ ജനപിന്തുണ വന്ന് നിലവിൽ വന്ന ഗവൺമെൻറ്റുകൾ വളരെ വിരളമാണ്. അതുകൊണ്ടൊരു മാതൃകാ ഗവൺമെൻറ്റായി ഇത് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ തീരുമാനം സുതാര്യത നിലനിർത്തി നേരെ ചൊവ്വേ കാര്യങ്ങൾ ജനങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു കാരണവശാലും പിൻവാതിൽ നടപടികളില്ലാതെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കേണ്ടിയിരുന്നു. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഇനിയെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഫിനാൻസ് ബില്ല് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇത് ഒഴിവാക്കിക്കൊണ്ട് നടപടി സ്വീകരിച്ച് സഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഏറ്റവും ഉചിതം. ഇനി അതിന് വൈകരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.
വീര്യം കുറഞ്ഞ മദ്യം അനുവദിക്കുവാനുള്ള തീരുമാനം എടുത്തത് പിണറായി സർക്കാരാണ് എന്നതായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകൾ നിയമസഭയിൽ. അതിലുള്ള നികുതി ഘടന നിശ്ചയിക്കുക മാത്രമാണ്, അതിലുള്ള ശുപാർശ നൽകുക മാത്രമാണ് ബജറ്റിലൂടെ ഉദ്ദേശിച്ചിരുന്നതെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കിയതാണ്. അതല്ലാതെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് മദ്യനയത്തിലൂടെ ആയിരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും വി.എം. സുധീരൻ വിമർശനം ഉന്നയിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിൽ എന്തൊക്കെയോ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ശ്രീ സി കെ ഷാക്കിർ, ശ്രീ എം എസ് വേണുഗോപാൽ, ശ്രീ എം കെ ഹരിദാസ്, ശ്രീ ശ്രീജ് പണിക്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ എം എസ് വേണുഗോപാൽ, അപ്പോൾ സുതാര്യത കുറവുണ്ടോ ഇപ്പോൾ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിശ്ചയിച്ച കാര്യത്തിലും അതുപോലെ തന്നെ കരിമണലിന്റെ വിഷയത്തിലും? സുധീരൻ ആ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിക്കഴിഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതൊരു ഉരുണ്ടുകളി മാത്രമാണ് എന്ന രീതിയിലല്ലേ വ്യാഖ്യാനിക്കപ്പെടുന്നത്? അത് പാർട്ടിയിലും അങ്ങനെ തന്നെ വരുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മഞ്ജുഷ്. ഈ മന്ത്രിസഭ ലീഗിൻ്റെ മന്ത്രിസഭയാണ്. ഈ മന്ത്രിസഭയിലെ ലീഗിൻ്റെ എണ്ണം നിങ്ങൾ നോക്കരുത്, പക്ഷേ കോൺഗ്രസ്സിലെ 63-ൽ ഒരു 50 പേരെങ്കിലും ജയിച്ചിട്ടുള്ളത് ലീഗിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ലീഗിൻ്റെ മന്ത്രിസഭയാണ്. അപ്പോൾ ലീഗ് തീരുമാനിക്കും കാര്യങ്ങൾ. ഞാനതിനകത്ത് കുറ്റമൊന്നും പറയുന്നില്ല. അല്ല, ലീഗിന് ഈ മദ്യത്തിന്റെ കാര്യത്തിൽ അത്ര പിടിവാശിയൊന്നും മദ്യത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് പിടിവാശിയുണ്ട്. മദ്യത്തിൻ്റെ കാര്യത്തിൽ പിന്നെ അവർക്ക് എല്ലാ കാര്യത്തിലും പിടിവാശിയുണ്ട്. പിന്നെ PM ശ്രീയിലാണ് അവർ ഏറ്റവും കൂടുതൽ പറയുന്നത്. അവർ പറയുന്നത് BJP-യുടെ കാവ്യവൽക്കരണം ഇവിടെ നടക്കില്ല. പക്ഷേ അതിന് ലീഗിന്റെ എങ്ങനെ പറയാൻ കഴിയും? അതെ, ലീഗിൻ്റെ BJP-യുടെ കാവ്യവൽക്കരണത്തിന് പകരം ഞങ്ങളുടെ പച്ചവൽക്കരണം മതി എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഉപസമിതിയിൽ ശ്രീ ഷംസുദ്ദീൻ കൺവീനറായിട്ടുള്ള സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പുറകോട്ട് പോകേണ്ടി വരും, മുഖ്യമന്ത്രി അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വിധത്തിൽ അദ്ദേഹത്തിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസിലെ എല്ലാ മന്ത്രിസഭകളെയും മുഖ്യമന്ത്രി ഇങ്ങനെ തീരുമാനം എടുത്താലും അത് തിരുത്തേണ്ടി വരും ലീഗിന്റെ സമ്മർദ്ദത്തിൽ നിന്ന്. ലീഗിന്റെ സമ്മർദ്ദമുണ്ട്, കോൺഗ്രസിനകത്ത് VM സുധീരൻ്റെ സമ്മർദ്ദവും പിന്നെ ഇപ്പോൾ വളരെ ഉറങ്ങിയിരിക്കുന്ന A ആന്റണിയുടെ സമ്മർദ്ദവും വരും. ഈ ലീഗിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാകാൻ സഹായിച്ച 2 പേര് VM സുധീരനും A ആന്റണിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് താഴെ ഇറക്കാനും ഇവരായിരിക്കും സഹായിക്കുക. നിങ്ങൾ നോക്കൂ, അതിന് മിടുക്കന്മാരാണ് അവർ 2 പേരും. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഈ ബാറുകൾ നിരോധിച്ചു എന്ന് പറഞ്ഞ ഒറ്റ സാധനമാണ് അദ്ദേഹത്തിന് ആഫീസ് പൊട്ടിച്ചത്. ഒരുവിധം തപ്പി കാര്യങ്ങൾ കൊണ്ടുപോയി 2016 ആകുമ്പോഴേക്കും എല്ലാവർക്കും തൃപ്തികരമായ ഒരു സർക്കാരായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത നയങ്ങളെ മുഴുവൻ അദ്ദേഹം വെള്ളത്തിലാക്കി. അന്ന് KPC പ്രസിഡൻ്റായിരുന്നു VM സുധീരൻ. 1995 അദ്ദേഹം അതുപോലെ A ആന്റണി അധികാരത്തിൽ വന്നു, കരുണാകരൻ മാറിയിട്ട് അദ്ദേഹം ഉടൻ തന്നെ തീരുമാനിച്ചു മദ്യനിരോധനമാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ആളെല്ലാം കൂടെ അദ്ദേഹത്തിന് അത് ചാരായ നിരോധനമാക്കി. ചാരായ നിരോധനം നടപ്പിലാക്കാനായിട്ട് ആരെയാണ് ഏൽപ്പിച്ചെന്നറിയോ? അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന പന്തളം സുധാകരനെ. പന്തളം സുധാകരൻ 1987 വൻ ഭൂരിപക്ഷത്തോടു കൂടി വണ്ടുവരുന്ന് ജയിച്ചതാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തോറ്റു എന്ന് മാത്രമല്ല, പിന്നെ മന്ത്രിസഭയും പോയി. 96 മന്ത്രിസഭ പോയി. ചാരായ നിരോധനത്തോടുകൂടി കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഒരു ലോക്കൽ അബ്കാരി നയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പോളണ്ടിൽ ചാരായം കിട്ടും. ഇനിയിപ്പോൾ പോളണ്ടിലെ ചാരായം ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിനും ബുദ്ധിമുട്ടില്ല. ഇത് കാണിക്കുന്നത് എന്താണ്? ഇവരെല്ലാം വെറും ഉട്ടോപ്യൻ ഐഡിയകൾ, ഈ മുറിക്കകത്തിരുന്ന ആശയങ്ങൾ പറയുന്നവരാണ്. ഇവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. 96 സർക്കാർ അധികാരത്തിൽ നിന്ന് പോയതിൻ്റെ ഒറ്റ കാരണം ഇതാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എടുത്ത തീരുമാനത്തെ ന്യായീകരിക്കുകയാണ് അല്ലേ? വി.ഡി. സതീശൻ എടുത്ത തീരുമാനമുണ്ടല്ലോ ഇപ്പോൾ ബജറ്റിൽ. തീർച്ചയായിട്ടും ആ തീരുമാനം ഞാൻ ചോദിക്കട്ടെ, 120%, 175%-വുമായിട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിക്കുകയാണ് ചെയ്തത്. അത് കുറച്ചു എന്ന് പറയാനാവില്ല. കാരണം കുറച്ചു എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ നികുതി എന്ന് പറയുന്നത് 251%. അത്രയും ഇതിലില്ലാത്തത് കൊണ്ടാണ് കുറച്ചു എന്ന് പറയുന്നത്. പക്ഷെ നികുതി ഘടന ആദ്യമായാണ് നിശ്ചയിച്ചത്. അത് ബക്കാഡി കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ആരോപണമാണ് എത്ര കിട്ടി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ആരോപിച്ചത്. അത് തന്നെ അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് VM സുധീരൻ ഇക്കാര്യം പറയുന്നത്, സുതാര്യത വേണമെന്ന്. പക്ഷേ സതീശനെ അനുകൂലിക്കുകയാണ് താങ്കൾ അല്ലേ? അനുകൂലിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഇന്ത്യയിലെ ഇന്ന് നിലനിൽക്കുന്ന കോൺഗ്രസ് സർക്കാരുകളിൽ ഏറ്റവും ഭേദപ്പെട്ട ഒരു സർക്കാരാണിത്. ഏറ്റവും ഭേദപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു ജനകീയ മുഖ്യമന്ത്രി, ഒരു ജനകീയ സർക്കാരുമാണിത്. ഇതിനെ തുലയ്ക്കാനാണ് ഈ പരിപാടി മുഴുവൻ നടത്തുന്നത്. ഈ മദ്യനിരോധനം ചാരായ നിരോധനം കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ആദ്യം കള്ളവാറ്റായിരുന്നു. കള്ളവാറ്റ് മണിച്ചൻ്റെ അറിയാമല്ലോ, 31 പേരെ തട്ടി, 500 പേർക്ക് കണ്ണുപോയി. അതുപോലുള്ള മദ്യത്തിലെ അപാകതകൾ അന്ന് നടന്നിരുന്നു. അതിനുശേഷം പിന്നെന്ത് പറ്റി? പിന്നെ കഞ്ചാവ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പം തൂഫാൻ പോയിട്ട് ഇനി ഇതിൻ്റെ അപ്പുറത്തെ ഫാൻ വന്നാലും ഇതൊന്നും മയക്കുമരുന്ന് നിയന്ത്രിക്കാൻ പറ്റാത്തതായി.
അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി പറഞ്ഞെന്തറിയാമോ, ചാരായം കുടിച്ചിട്ട് പിന്നെ തൊഴിലാളി വന്നിട്ട് ഭാര്യ അടിക്കുന്നു. ഇപ്പോൾ ഈ മയക്കുമരുന്ന് അടിച്ചിട്ട് MDMA ഒക്കെ അടിച്ചിട്ട് അമ്മയുടെ കഴുത്തിന് പിടിക്കുകയും ഞെക്കിക്കൊല്ലുകയും ചെയ്യുന്ന കാലത്തിലേക്ക് ഇവിടെ എത്തി. ഇതിൻ്റെ ആദ്യത്തെ ആൾ എ കെ ആന്റണിയാണ്. രണ്ടാമത്തെ ആൾ ഈ VM സുധീരനാണ്. 2014 ബാറുകളെല്ലാം കൂടെ അങ്ങ് പൂട്ടിച്ചു. അപ്പോൾ അതോടുകൂടി ആൾ ഈ മദ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നവർ പിന്നെ എന്ത് ചെയ്യുന്നേ, ഇവരെല്ലാം നമ്മുടെ മദ്യത്തിൻ്റെ പിന്നെ ഉൽപ്പന്നം നമ്മളൊന്ന് നോക്കുക. ഇവിടുത്തെ ഏതാണ്ടൊരു 80% പുരുഷന്മാരും ഇത് രുചിക്കുന്ന, ഒരു 10-15% സ്ത്രീകളും രുചിക്കുന്നവരാണെന്നുള്ളതാണ് സത്യം. മുഴുക്കുടിയന്മാരാണെന്നല്ല ഞാൻ പറയുന്നത്. ഇവരെല്ലാം ഇതൊക്കെ രുചി നോക്കുന്നവരാണ്, ഇതിനൊക്കെ താല്പര്യമുള്ളവരാണ്. അപ്പം നമ്മൾ നാടറിയാതെ, നാടിൻ്റെ വ്യവസ്ഥ അറിയാതെ, അവസ്ഥ അറിയാതെ നമ്മളെന്തെങ്കിലും ഇപ്പോൾ ഈ വില കുറഞ്ഞ മദ്യം, ഈ തൂഫാനൊക്കെ ഇവിടെ നടപ്പിലാക്കി ഈ മയക്കുമരുന്ന് കുറയ്ക്കുകയാണെങ്കിൽ, ഇതുപോലെ വില കുറഞ്ഞ മദ്യം അവൈലബിൾ ആക്കിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? പിള്ളേർ പാറ്റാ ഗുളികയും ഈ എലിപ്പാഷാണോ കഴിക്കും. പിന്നെ കൊടുക്കാൻ റോഡിൽ ചത്ത് കിടക്കും. പണ്ട് മണിച്ചൻ്റെ സമയത്ത് 31 പേരിലെ ചത്തത്. ഇത് അതിൽ കൂടുതൽ ചത്ത് കിടക്കുന്ന അവസ്ഥ വരും. ഇത് ഒരു പദ്ധതി നമ്മൾ മാറ്റുമ്പം ആ പദ്ധതി സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രയാണെന്നറിഞ്ഞ് അതിന് ഉപോദ്ബലകമായ ചില കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ഈ വില കുറഞ്ഞ മദ്യം. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ കഞ്ചാവിൽ നിന്നൊക്കെ മാറുന്നവരെങ്കിലും മറ്റേ മദ്യത്തിലേക്ക് പോകും. അപ്പോൾ ആ വില കുറഞ്ഞ മദ്യത്തിലേക്ക് പോകും. ഇത് ഗ്രാജുവലായിട്ട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല. 1967 ഷാക്കിന് അറിയാമോയെന്നറിയില്ല, 67 മുമ്പ് മലബാറിൽ മദ്യനിരോധനം പൂർണ്ണമായിരുന്നു, സമ്പൂർണ്ണ മദ്യനിരോധനമായിരുന്നു, ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയതാണ്. അവസാനം 67 EMS സർക്കാർ വന്നപ്പം, അന്ന് ലീഗും കൂടെ പിന്തുണയ്ക്കുന്ന സർക്കാരാണ് ഓർക്കണം, ആ സർക്കാർ വന്നപ്പം മദ്യനിരോധനം എടുത്തു കളയേണ്ട കാരണം എന്താ വന്നത്? കാരണം ഇതാണ് ഇല്ലിസിറ്റ് ലിക്കർ. ഇതുകൊണ്ട് നാടിന് വലിയ വിപത്താണ്. അപ്പം നമ്മൾ ഒഫീഷ്യലായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മിനിമം ആളുകൾ പിന്നെ ചാകുന്നതെങ്കിലും കുറയ്ക്കാം. അതുപോലെ മനുഷ്യനെ കൊല്ലുന്ന, മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന, മനുഷ്യനെ മാത്രമല്ല അവൻ്റെ അമ്മയും അച്ഛനെയും വരെ കൊല്ലുന്ന ഈ MDMA പോലുള്ള സാധനങ്ങൾ കുറച്ചെങ്കിലും നിർത്താൻ കഴിയും. ഈ ഒരു പദ്ധതി VD സതീശന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നാണ് ഞാൻ. ശ്രീ M. കെ. ഹരിദാസ്, താങ്കൾ അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ പറയുന്ന പോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന നിശ്ചയിച്ചത്. അതിന് അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല. VM സുധീരൻ ഇത് പല്ലവി തുടരുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏത് രീതിയിലാണോ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള റോൾ ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ സർക്കാരിനെ വിമർശിച്ചിരുന്നത്, സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചിരുന്നത്, തീരുമാനങ്ങൾ മാറ്റിക്കുവാനായിട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നത്, അതുപോലെ ഇപ്പോൾ അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നുവെന്ന്, അങ്ങനെയാണോ താങ്കളുടെ വിലയിരുത്തൽ? ബാറുകളുടെ എണ്ണം കൂട്ടിയപ്പോൾ LDF സർക്കാരിന് വിശദീകരിക്കാനുണ്ടായിരുന്നത് ഇവിടെ ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെയാണ്. ഇവിടെ മയക്കുമരുന്ന് കേരളത്തിൽ വ്യാപകമാകുന്നത് മദ്യത്തിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞത് കാരണം കൊണ്ടാണ്. 28 ബാറിൽ നിന്നും 852 ഇടയിലുള്ള ഒരു സംഖ്യയിലേക്ക് ഇവിടുത്തെ ബാറുകളുടെ എണ്ണം കൂട്ടിയപ്പോൾ അവർക്ക് പറയാനുണ്ടായിരുന്ന ന്യായീകരണം ഇതായിരുന്നു. അതായത് ഇവിടുത്തെ മയക്കുമരുന്നിൻ്റെ വിൽപ്പന ഈ മദ്യം ലഭിക്കുന്നതോടുകൂടി മദ്യത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് മയക്കുമരുന്നിൻ്റെ ഈ വ്യാപകമായ തോതിലുള്ള വിൽപ്പന നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി ശ്രീ വേണുഗോപാൽ? കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മയക്കുമരുന്ന് നോക്കി നോക്കൂ. ഒരു ഓപ്പറേഷൻ ഒരു പേരിട്ടത് കൊണ്ടൊന്നും ഇവിടെ ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കട്ടെ. ഒരു ഓപ്പറേഷൻ ഒരു പേരിട്ടത് കൊണ്ട് ഇതേ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന കുബേർ എന്തായി? ഇവിടെ ബ്ലേഡ് കമ്പനികളില്ലേ? ഇവിടെ ബ്ലേഡ് കമ്പനികളുടെ ഇത്തരത്തിലുള്ള വ്യാപകമായ അവരുടെ ജനങ്ങളോടുള്ള ഈ പൈസ വാങ്ങിയവരോടുള്ള ക്രൂരമായ പെരുമാറ്റം കൊണ്ട് ഇവിടെ ആത്മഹത്യകൾ നടക്കുന്നില്ലേ? പലതും നടക്കുന്നില്ലേ? അപ്പോൾ ഒരു ഓപ്പറേഷന് തൂഫാൻ ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ളതൊന്നും വിലയിരുത്താറായിട്ടില്ല ശ്രീ വേണുഗോപാൽ. അതിനൊക്കെ സമയം ഉള്ളൂ. കേവലം 37 ദിവസമായിട്ടേ ഉള്ളൂ ഈ സർക്കാർ അധികാരത്തിൽ കയറി 4 ദിവസത്തിന് ശേഷം പ്രഖ്യാപിച്ച ഒരു തൂഫാൻ കൊണ്ട് കേരളത്തിലെ ഈ മയക്കുമരുന്ന് ശൃംഖല പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് താങ്കളെ പോലെ ഈ നമ്മുടെ കേരളത്തെ അങ്ങേയറ്റം അറിയാവുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പറയുക? ഇവിടുത്തെ മന്ത്രിസഭയേക്കാൾ, ഇവിടുത്തെ എക്സൈസ് വകുപ്പിനേക്കാൾ, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനേക്കാൾ ശക്തമാണ് ഇവിടുത്തെ മയക്കുമരുന്ന് ലോബി. ആ ലോബിയെ നിയന്ത്രിക്കാൻ ഈ ഒരു തൂഫാൻ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മദ്യത്തിൻ്റെ
വില കുറയ്ക്കുകയും മദ്യത്തിൻ്റെ അവൈലബിലിറ്റി കൂട്ടുകയും ചെയ്യണമെന്നുള്ള വാദത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എനിക്ക് VM സുധീരനോട് പൂർണ്ണമായിട്ടുള്ള യോജിപ്പുണ്ടായിരുന്നിട്ടല്ല. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അധികാരത്തിൽ കയറി മുഖ്യമന്ത്രിയാകാൻ പെട്ട പാട് ഒരു 20 ദിവസം കേരളം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആകണമെന്ന് പറഞ്ഞ് ഇവിടെ മുറവിളി കൂട്ടിയ ജനത്തിനെ ഈ സർക്കാർ മുൻ സർക്കാരിനെ പിന്തുടരുന്നൊരു സർക്കാരാണോ എന്ന് തോന്നിപ്പിക്കും വിധമുള്ള നടപടികൾ എടുക്കുമ്പോൾ അങ്ങേയറ്റം ജാഗരൂകരാവണമായിരുന്നു. അതിൽ അവധാനതയോടെ കാര്യങ്ങൾ കാണണമായിരുന്നു. ആ കാര്യത്തിൽ VD സതീശന് വീഴ്ച പറ്റിയെന്ന് കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിലായാലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട LDF സർക്കാർ ഒപ്പിട്ടത് കൊണ്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷയത്തിലായാലും അളിയനെ പിടിച്ചിട്ട് പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ച നിയമനവും അതിനുശേഷം അത് വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനവും ഒക്കെ ആയാലും VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയ്ക്ക് ഇവിടെ അല്പമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഒരു മന്ത്രിസഭയെ വിലയിരുത്താനുള്ള ഒരു സമയവുമായിട്ടില്ല മഞ്ജുഷേ. തീർച്ചയായിട്ടും 37 ദിവസം കൊണ്ട് എങ്ങനെയാണ്? പക്ഷെ 37 ദിവസം കൊണ്ട് ജനങ്ങൾക്ക് മുൻപേ പോയ LDF സർക്കാരിൻ്റെ പാത തന്നെയാണോ VD സതീശനും പിന്തുടരുന്നത് എന്നൊരു ചോദ്യം ചോദിക്കത്തക്ക തോതിലുള്ള കാര്യങ്ങൾ രംഗത്ത് വന്നപ്പോൾ എന്നെപ്പോലുള്ളവർ, ഞാൻ ഈ VD സതീശന് വേണ്ടി അങ്ങേയറ്റം വാദിച്ചിട്ടുള്ളതാണെന്ന് വേണുഗോപാലിന് അറിയോ എന്ന് എനിക്കറിയില്ല, ഞാൻ മഞ്ജുഷിനറിയാം. അപ്പോൾ അത്തരത്തിൽ VD സതീശനിൽ നിന്നും വരാൻ പാടില്ലാത്ത തീരുമാനങ്ങളാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. അത് VD സതീശൻ തിരുത്തണം. അതിൽ പറയുന്ന കാര്യം എന്നത് അതിലെ ന്യായീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാർ പിണറായി സർക്കാരാണ് നയപരമായ തീരുമാനമെടുത്തത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ. അത് പറഞ്ഞുകൊണ്ടാണ് പിണറായി സർക്കാരിന് മേൽ ഇക്കാര്യം കെട്ടിവെക്കാൻ നോക്കുന്നത്. ഞങ്ങൾ നികുതി ഘടന നിശ്ചയിക്കുക മാത്രമേ ചെയ്തുള്ളൂ, അതല്ലാതെ ഈ വീര്യം കുറഞ്ഞ മദ്യവിപണിയിലേക്ക് വരുന്ന ഒരു കുത്തക കമ്പനിയെയും ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടില്ല. ഇതാണ് മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട്. ബക്കാഡിയുടെ കാര്യത്തിലാണല്ലോ. ബക്കാഡി ആദ്യം കത്ത് കൊടുത്തത് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണ്. പിന്നീടാണ് തീരുമാനങ്ങൾ ശരവേഗത്തിൽ വന്നതും. പക്ഷേ വിൽപ്പനയ്ക്കുള്ള അനുമതി കൊടുത്തിരുന്നില്ല LDF സർക്കാർ. അക്കാര്യം ഈ സർക്കാരിനും സമ്മതിക്കേണ്ടി വരും, സമ്മതിക്കുന്നുമുണ്ട്. കാരണം വിൽപ്പന ഇവിടെ തുടങ്ങിയിട്ടില്ല വീര്യം കുറഞ്ഞ മദ്യം. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് ഞങ്ങൾ അതിന്റെ നികുതി ഘടന നിശ്ചയിച്ച് നൽകി. ആ ഒരു ന്യായീകരണത്തിന് അത് വിശ്വാസ്യതയുള്ള ന്യായീകരണമാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിയുവാൻ പറ്റുമോ ഇല്ലയോ? മഞ്ജുഷേ, ഈ കാര്യത്തിലെ മഞ്ജുഷേ പറഞ്ഞോളൂ. ശബ്ദം പോയിരിക്കുന്നു. ഇല്ല പറഞ്ഞോളൂ മഞ്ജുഷേ, ഈ കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസുകൾ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം സെക്രട്ടേറിയറ്റിലെ ഒരേ ബിൽഡിങ്ങിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ നികുതി ഇളവ് ചെയ്യാനെടുത്ത ഒരു തീരുമാനം ഈ ബജറ്റിൽ തന്നെ അവതരിപ്പിക്കണമെന്ന് എന്താണ് VD സതീശന് ഇത്ര വാശിയുണ്ടായത്? M ലിജു കൈമലർത്തുന്നു. എന്നോട് ചോദിച്ചിട്ടില്ല, ഞാനുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് M ലിജു, അതായത് ആരെ, എക്സൈസ് വകുപ്പ് മന്ത്രി ഇവിടെ പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടതായ ആവശ്യം എന്താണ്? ഇവിടെ ഇതിനേക്കാൾ അടിയന്തരമായി എടുക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് മഞ്ജുഷിനും എനിക്കും ശ്രീ വേണുഗോപാലിനും ഒക്കെ അറിയാം. എന്താണത്? ഇവിടുത്തെ LDF സർക്കാർ 2 രൂപ സെസ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഇന്ധന വിലയിൽ വരുത്തിയ വർധനവ് കുറയ്ക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. അതിനെടുക്കാത്ത തീരുമാനം ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ എടുത്തതിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം അതൃപ്തിയുണ്ട് മഞ്ജുഷേ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഈ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് കൊടുത്ത ഒരുപാട് വാഗ്ദാനങ്ങളും LDF സർക്കാരിൻ്റെ ദുഷിച്ചു നാറിയ ഭരണത്തിനെതിരായ പ്രവർത്തനങ്ങളും നടത്താനെന്നിരിക്കെ ഇത്തരത്തിൽ ഉദയഭാനു കമ്മീഷൻ്റെ ഒരു തീരുമാനമൊക്കെ നിയമസഭയിൽ വായിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ലഘൂകരിക്കുന്ന കാര്യം ശരിയല്ല. ഇവിടെ VM സുധീരനെ പോലെ പാർട്ടിക്കുള്ളിൽ VD സതീശനെ തിരുത്താൻ ഒരാളില്ലെങ്കിൽ ഈ ഭരണം ഇതിനേക്കാൾ മോശമായ സ്ഥിതിയിലേക്ക് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അത് പോയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് കൃത്യം 5 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LDFൻ്റെ ദുർഭരണം വീണ്ടും കാണേണ്ടി വരുമെന്നുള്ളൊരവസ്ഥ സംജാതമാക്കാതെ ഭരിക്കേണ്ടത് VD സതീശന്റെ ചുമതലയിൽപ്പെട്ടതാണ്. സംസാരിച്ച രണ്ടുപേരും UDF സർക്കാർ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവരുടെ നിലപാടുകളോടാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് രണ്ടുപേരുടെയും ശബ്ദം ഒന്നു തന്നെയാണോ എന്നുള്ളതാണ്. LDF സർക്കാരിന്റെയും കഴിഞ്ഞ LDF സർക്കാരിന്റെയും തീരുമാനം അല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു ചർച്ച
സമൂഹത്തിലും അതുമാതിരി തന്നെ മാധ്യമങ്ങൾക്കും കൊടുത്തതും ശരിയായില്ലെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ശരി, കഴിഞ്ഞ LDF സർക്കാരിന്റെയും ഇപ്പോഴത്തെ UDF സർക്കാരിന്റെയും ശബ്ദം ഒന്ന് തന്നെയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞ് അതിനെ നേരിട്ടാലും അത് പക്ഷേ വിശ്വസനീയമല്ല. ഒടുവിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മദ്യം വിൽക്കുവാനുള്ള ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ടാക്സ് നിശ്ചയിച്ച് നൽകുന്നതിലൂടെ അതിലേക്ക് വരികയാണല്ലോ സ്വാഭാവികമായിട്ടും UDF സർക്കാർ. മദ്യനയം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയാലും അപ്പോൾ എന്താണോ പിണറായി വിജയൻ സർക്കാർ ചെയ്തത് അത് തന്നെ ആവർത്തിക്കുകയാണ് പല രംഗത്തും. ഇപ്പോൾ കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിലാണെങ്കിലും PM ശ്രീയുടെ കാര്യത്തിലൊക്കെ ഇത് തന്നെ വരികയാണ്. അപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ലീഗ് ഒരു തിരുത്തൽ ശക്തിയായി വരുമോ, അതോ ഇപ്പോൾ വേണുഗോപാൽ പറഞ്ഞതുപോലെ ലീഗിന്റെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്, അത് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് തിരുത്തേണ്ടി വരുമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് അത് പറഞ്ഞത് കേട്ടോ. ശരി, ഷാക്കിർ. അല്ല, ഈ നേരത്തെ പ്രിയപ്പെട്ട രണ്ട് പേര് പറഞ്ഞതിനോടും എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. മാത്രമല്ല വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമുണ്ട്. അത് അവരുടെ സമയത്ത് പറഞ്ഞോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ 10 വർഷക്കാലം ജനങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുള്ള പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് ഈ 102 സീറ്റുകൾ. സ്വാഭാവികമായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയൻ്റെ ദുർഭരണത്തിൽ നിന്ന് നമ്മുടെ നാടിനൊരു മോചനവും അവരെടുത്തിട്ടുള്ള സമീപനങ്ങളിൽ വ്യത്യസ്തമായി ജനോപകാരപ്രദമായ കാര്യങ്ങളുമാണ്. അതിലേറ്റവും പ്രധാനമാണ് പുതിയ തലമുറയെ രക്ഷിച്ചെടുക്കാൻ, ലഹരി മാഫിയകളിൽ നിന്ന് നമ്മുടെ കേരളത്തെ രക്ഷിച്ചെടുക്കാനുള്ള തൂഫാൻ പോലെയുള്ള പോരാട്ടങ്ങൾ. ഒരു സർക്കാർ ആരംഭിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് ഉടനെ തന്നെ 1 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് നേരിട്ട് ആശ്വാസം ലഭിക്കുന്ന വിവിധ പദ്ധതികൾ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നമ്മുടെ UDF ഗവൺമെൻറ് നടപ്പിലാക്കി. അതേപോലെ തന്നെ കേരളത്തിൽ സ്ത്രീ ജനങ്ങൾക്ക് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കി. എന്നാൽ നിങ്ങൾ നോക്കുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3000 രൂപ പെൻഷനാക്കുമെന്ന് കഴിഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. അവർ പോകുന്നതിൻ്റെ തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ചെറിയ വർധന വരുത്തിയിട്ടുള്ളത്. എന്നാൽ അങ്ങനെ വേണമെങ്കിൽ VD സതീശൻ്റെ സർക്കാരിനും ആകാമായിരുന്നു. പ്രഖ്യാപനങ്ങൾ ആളുകളെ പറ്റിച്ച് കാലങ്ങളെല്ലാം നീട്ടിക്കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന രീതി നടപ്പിലാക്കാമായിരുന്നു. ഇപ്പോൾ 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് പ്രയോജനകരമായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDFൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പിന്നെ VD സതീശൻ തന്നെ പലപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, ഇതൊരു ഫാസിസ്റ്റ് സർക്കാരല്ല, ജനാധിപത്യ സർക്കാരാണ്. കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള സ്വഭാവം നമുക്കറിയാവുന്നതാണ്. അവർ പല നേതാക്കന്മാരും പലപ്പോഴും പരസ്യമായി തന്നെ അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. എന്നാൽ LDFിലോ അല്ലെങ്കിൽ CPMലോ BJPയിലോ കാണുന്നത് പോലെ നരേന്ദ്രമോദിയോ പിണറായി വിജയനോ ഉത്തരവിട്ടാൽ അത് ഏതെങ്കിലും മാഫിയയുടെ തീരുമാനങ്ങളാണെങ്കിൽ പോലും അത് ന്യായീകരിക്കേണ്ട ഗതികേടാണ് BJPയുടെയും CPM. അല്ലല്ല, ഈ മദ്യനയത്തിന്റെ കാര്യം വരികയാണെങ്കിൽ പോലും, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും CPMന് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ പറഞ്ഞുവല്ലോ, ബക്കാഡി കമ്പനി ആദ്യം കത്തുകൊടുത്തത് അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനായിരുന്നു. അപ്പോൾ അതിനുശേഷം ശരവേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു നയം തന്നെ രൂപീകരിക്കുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യം 0.5 മുതൽ 10% വരെയും 10% മുതൽ 20% വരെയും ആൽക്കഹോളിക് കണ്ടന്റുള്ള അങ്ങനെ ക്ലാസിഫിക്കേഷൻ വരെ വരുത്തിയതാണ്. പക്ഷേ അവിടെ ഒരു കൂട്ടായ തീരുമാനം വന്നില്ല, അത് നടപ്പാക്കുകയും ചെയ്തില്ല. അപ്പോൾ LDFിൽ ഒരു അഭിപ്രായ സമന്വയം അക്കാര്യത്തിൽ ഉണ്ടായി. അതുകൊണ്ടാണല്ലോ വിൽപ്പന നടക്കാതെ പോയതും. നികുതി ഘടനയും നിശ്ചയിച്ചില്ല. ഈ നികുതി ഘടനയുടെ കാര്യത്തിലും ഇതേ രീതിയിലുള്ള നികുതിയാണ് അവിടെയും നിശ്ചയിക്കാനിരുന്നത്. അന്നത്തെ കാലത്തും 251% അല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അതേ നികുതി അല്ല നിശ്ചയിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് നടപ്പായില്ല. അത് നടപ്പാകാത്തതിന് കാരണം LDFിൽ വന്ന അഭിപ്രായ വ്യത്യാസമാണ്. അവിടെ എതിർപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നടപ്പായില്ല. അപ്പോൾ അവിടെയും ജനാധിപത്യ സ്വഭാവം തന്നെ ഉണ്ടായി. എതിർപ്പ് വന്നതുകൊണ്ട് തീരുമാനം മാറ്റിവെച്ചു. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു ചർച്ചയും ഉണ്ടായില്ല. മന്ത്രി അറിഞ്ഞില്ല, എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല, UDFിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ VM സുധീരൻ എതിർപ്പുമായിട്ട് രംഗത്തെത്തിയത്. നികുതി ഘടന നിശ്ചയിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ താങ്കൾ പറയുന്നത് തെറ്റാണ്. താങ്കൾ പറഞ്ഞു മറ്റ് മുന്നണികളിൽ ഏത് രീതിയിലാണ് ഒരാൾ തീരുമാനിക്കും അത് നടപ്പാക്കുമെന്ന്. പക്ഷെ ഇക്കാര്യത്തിൽ സംഭവിച്ചത് വ്യത്യസ്തമാണ് കേട്ടോ. ഒരാൾ തീരുമാനിച്ചത് എവിടെയാണ്? ഈ UDF സർക്കാരിൻ്റെ കാലത്താണ്. ഞാൻ പറയട്ടെ മനുഷ്യ, മുഴുവനായി ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഈ ബക്കാഡി കമ്പനി 3 തവണ LDFിൻ്റെ സർക്കാർ കത്തെഴുതുന്നുണ്ട്. ആ 3ാമത്തെ തവണ കത്തെഴുതുമ്പോൾ MV ഗോവിന്ദൻ അവിടെ ഇങ്ങനെ ഒരു പുതിയ കാറ്റഗറി രൂപീകരിക്കുന്നുണ്ട്. അത് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഇങ്ങനെ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ, അതായത് ആർക്കും സംശയം വരാത്ത രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, നേരത്തെ സംശയമുണ്ട്, അതുകൊണ്ടാണല്ലോ VM സുധീരൻ രംഗത്തെത്തിയത്.
ശരിയാണ്, ഞാനും ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ എം വി ഗവൺമെന്റ് ഗോവിന്ദന് കത്ത് നൽകി എന്നുള്ള കാര്യം പറഞ്ഞു, തീരുമാനമെടുത്തു എന്ന കാര്യവും പറഞ്ഞു. പക്ഷെ വിൽപ്പന നടന്നില്ലല്ലോ ശ്രീ സി കെ ശേഖർ. അപ്പോൾ പിന്നെ കഴിഞ്ഞ പിണറായി സർക്കാരിലേക്ക് ഈ പറയുന്നത് പോലെ ആരോപണം കൊണ്ടുവന്ന് എത്തിക്കരുത്. ഇനി നിങ്ങൾ നികുതി ഘടന നിശ്ചയിക്കാതെ ഇരിക്കുകയും നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ വിമർശനം ഉണ്ടാവുകയില്ലായിരുന്നു. LDF സർക്കാരിന്റെ കാര്യത്ത് ബക്കാഡി കമ്പനിക്ക് അനുകൂലമായിട്ട് ഒന്നും ഉണ്ടായില്ല. പക്ഷേ UDF സർക്കാരിന്റെ കാലത്ത് എന്താണ്, ആദ്യ ബജറ്റിൽ തന്നെ തീരുമാനമുണ്ടായി ശ്രീ സി കെ ശാക്കിർ. അതുകൊണ്ടാണ് വിമർശനം വരുന്നത്, അതുകൊണ്ടാണ് സുതാര്യമല്ല എന്ന് VM സുധീരൻ പറഞ്ഞത്. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ഇടപെടാൻ നിൽക്കും പ്ലീസ്. അതായത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ UDFന്റെ ഗവൺമെൻറ് പുതുതായി വന്നിട്ട് നികുതി ഘടന നിശ്ചയിച്ചു എന്നുള്ളത് ശരിയാണ്. ആ നികുതി ഘടന നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റ് പല ആളുകളും വിമർശനം ഉന്നയിച്ചു. VD സതീശൻ തന്നെ തുടക്കത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സർക്കാർ അധികാരമേറ്റ് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെടുക്കുന്ന സ്റ്റെപ്പുകൾ തെറ്റാണെന്ന് ബോധ്യമായാൽ അത് തിരുത്തുന്നതിനോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നതിനോ ഒരു ഈഗോ വർക്കൗട്ട് ആവുന്ന പ്രശ്നമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പിടിഭാഷയുള്ള ആളുകളല്ല. ഞാൻ പറഞ്ഞത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികൾ ഒരു പക്ഷേ ഏതെങ്കിലും താല്പര്യത്തിന് പുറത്തോ അല്ലെങ്കിൽ മറ്റ് തെറ്റിദ്ധാരണ പുറത്തോ ഒക്കെ തീരുമാനമെടുത്താൽ അത് പിന്നെ VD സതീശൻ തന്നെ കൃത്യമായി പറഞ്ഞു, ഐക്യജനാധിപത്യ മുന്നണിയുടെ നയരൂപീകരണ സമിതി UDF ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഈ നികുതി ഘടന ഉണ്ടായിരിക്കും. അല്ല, ഇത് വേണ്ടെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകില്ല. വളരെ കൃത്യമല്ലേ കാര്യങ്ങൾ. നിങ്ങൾ നേരത്തെ ശ്രീ വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം കൂടി എനിക്ക് പറയാൻ അവസരം തരണം. അതായത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വളരെ നന്നായി കേരളത്തിൽ ഭരണം നടത്തിയൊരു സർക്കാരായിരുന്നു. ആ ഉമ്മൻചാണ്ടി സർക്കാർ തുടർഭരണം ഇല്ലാതെ പോയത് മദ്യമാഫിയ ഇടപെട്ടത് കൊണ്ടാണ്. ഞാനും അത് അംഗീകരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവർ മദ്യമാഫിയ കോടിക്കണക്കിന് രൂപ ഇറക്കിയെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു സ്ത്രീയെ വെച്ച് പിന്നെ കള്ളക്കഥയുണ്ടാക്കി വ്യാപകമായി പ്രചരണം നടത്തിയത് നമുക്കറിയാം. പിന്നീട് തെറ്റാണെന്ന് ഈ കാലത്താണ്, ഇപ്പോഴാണ് അവർ തന്നെ പറയുന്നത് തെറ്റായിരുന്നു, മോശമായിരുന്നു, UDFനെ കുറിച്ച് ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ ഇല്ലാ കഥ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നിങ്ങൾ VM സുധീരനെ ഒരു കാരണവശാലും അനുകൂലിക്കുന്നില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ഇവിടെ മഞ്ജുഷേ അല്ല ഏതെങ്കിലും വ്യക്തികൾ പറയുന്ന അഭിപ്രായത്തോട് ഇപ്പം ഞാൻ കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, UDF എന്ത് നിലപാടാണോ ഈ മദ്യനയത്തിൽ സ്വീകരിക്കുന്നത്, എന്താണ് UDFന് മദ്യനയം, അതായിരിക്കും ഗവൺമെൻറ്റിൻ്റെ മദ്യനയം. അവിടെ സംശയത്തിന് എന്തിനാ സംശയം? ഇപ്പോൾ കരിമണൽ വിഷയമാവട്ടെ, കരിമണൽ കർത്ത 2,78,00,000 രൂപ മാസപ്പടി മുഖ്യമന്ത്രി പഴയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകൾക്ക് കൊടുത്തതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ന്യായീകരണം പറയാനുണ്ടോ? എന്തിനാ അവർ പലതവണ ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പതിവായിട്ട് വിമർശനങ്ങൾ വരികയും ചെയ്തതാണ്. പക്ഷേ ഇവിടെ അല്ല, അതിന്റെ സംശയം ഞാൻ പറയാം. ആ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ നിക്ഷേപം, ഈ ധാതു ഇടനാഴി എന്നുള്ളതാണല്ലോ ആ പ്രയോഗം തന്നെ വന്നിരിക്കുന്നത്. മിഷൻ സമുദ്ര പോലെ തന്നെ ധാതു ഇടനാഴി എന്നുള്ളത്, അത് ധാതു മണൽ സമ്പത്ത് അതുകൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണല്ലോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബജറ്റിൽ. അങ്ങനെ വരുമ്പോൾ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആശങ്ക ഉണ്ടാകുന്നത് കരിമണലിന്റെ കാര്യത്തിൽ തന്നെയാണ്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിലേക്ക് വരുമോ എന്നുള്ള ആശങ്ക അവിടെ ഇതുകൊണ്ട് ദോഷം അനുഭവിക്കുന്ന തീരദേശവാസികൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതും VM സുധീരൻ ഇന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ സമരരംഗത്തുണ്ടായിരുന്ന ആളാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ആയിരുന്ന VD സതീശൻ ഈ സമരരംഗത്ത് സജീവമായിരുന്ന ആളാണ്, അവർക്ക് പിന്തുണ നൽകിയിരുന്ന ആളാണ്, പലതവണ ഈ വിഷയം ഉന്നയിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ബജറ്റിൽ തന്നെ ഈ പ്രയോഗം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമാണ്. ശ്രീ CK ശാക്കിർ, ഈ കരിമണലിന്റെ കാര്യത്തിൽ അല്ല മഞ്ജുഷേ, നിങ്ങൾ ഈ പറഞ്ഞ പ്രയോഗം ഇന്നലെ നിയമസഭയിൽ VD സതീശൻ കൃത്യമായി പറഞ്ഞു. ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലുമൊക്കെ തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട്, സ്വകാര്യ മേഖലയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം നിങ്ങളിപ്പോൾ വായിച്ച, മഞ്ജുഷ വായിച്ച അതേ വാചകം അദ്ദേഹം ആവർത്തിച്ച് വായിച്ച ശേഷം ചോദിക്കുന്നുണ്ട്, ഇതിലെവിടെയാണ് സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ കൊടുക്കും അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മഞ്ജുഷ ഇന്നലെ കണ്ടില്ലേ നിയമസഭയിൽ VD സതീശൻ പറയുന്നത്? മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞ് കയ്യടി മേടിച്ചയാളും മുഖ്യമന്ത്രി VD സതീശനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരും, ധാതു ഇടനാഴി പൊതുമേഖലയുടെ മാത്രം പങ്കാളിത്തത്തിലാണോ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അവിടെ കരിമണൽ കർത്തയെ കടന്നു വരുവാനുള്ള അവസരം ഒരുക്കുമോ എന്നുള്ള കാര്യം. കരിമണൽ കർത്തയും അല്ല, അതിന് മുകളിലുള്ള ആളുകളും. VM സുധീരനും ഇക്കാര്യം പറയുന്നുണ്ട് കേട്ടോ.
നിങ്ങൾ ഈ അല്ല മഞ്ജുഷേ, നമ്മൾ ഈ കേരളത്തിൽ ടാക്സ് ഏർപ്പെടുത്താൻ പാടില്ല. ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭാരവും അടിച്ചേൽപ്പിക്കാതെ ഖജനാവ് നിറക്കുമെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രി കൂടിയായിട്ട് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ, സ്വകാര്യ മേഖലയെ വളരെ എന്താ പറയുക നിശിതമായി വിമർശിക്കുകയും ഒരുപാട് പേരെ കൊലക്ക് കൊടുക്കുകയും പാർട്ടിയാണ് CPM. അവർ തന്നെ പിന്നീട് നിലപാട് മാറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് സ്വാശ്രയ കോളേജിന്റെ സമയത്ത് സ്വകാര്യ നിക്ഷേപം അനുവദിക്കും, സ്വകാര്യ നിക്ഷേപം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല കേരളത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് കൈയടി വാങ്ങിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇന്നലെ വന്ന് നിയമസഭയിൽ പറയുകയാണ് കരിമണൽ ഖനനം ഒരു കാരണവശാലും സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാവുകയില്ല എന്ന്. അതെങ്ങനെ വിശ്വാസത്തിൽ എടുക്കുമെന്നുള്ള കാര്യമാണ്. അതാണ് സുധീറിനും എന്ന് ചോദിച്ച ശ്രീ CK ഷാക്കിർ. ആ വിഷയത്തിലേക്ക് വരൂ. നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കണില്ലല്ലോ. ഞാൻ പറയാം. അതായത് ഈ UDFന്റെ ഗവൺമെൻറ് 37 ദിവസമായിട്ട് നടപ്പിലാക്കിയ ഏതെങ്കിലും പദ്ധതികളെക്കുറിച്ച് കേരളത്തിലെ ഏതെങ്കിലും മനുഷ്യർക്ക്, CPMകാരാവട്ടെ, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റം പറയാൻ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു വാചകങ്ങളിൽ കയറി പിടിച്ച് അദ്ദേഹം ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച പോലും അദ്ദേഹം മനസ്സിലാക്കിയിട്ട് നിയമസഭയിൽ അദ്ദേഹം തിരുത്തുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ദയവ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കല്ലേ, ബജറ്റിലെ പ്രയോഗം ഇന്ന രീതിയിലാണ്, അവിടെ നിങ്ങൾ പറയുന്നത് പോലെ വ്യാഖ്യാനിക്കുന്നത് പോലെ അങ്ങനെ ഒരു പ്രയോഗമില്ല എന്ന് VD സതീശൻ നിങ്ങളുടെ ഈ ദുർവ്യാഖ്യാനം കാരണം കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഈ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുമ്പോൾ ഈ സ്വകാര്യ നിക്ഷേപം സ്വീകാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM ഒരു കാലത്ത് അന്ധമായി എതിർത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പിന്നെ അതിനുവേണ്ടി അവർ പിന്നാലെ നടന്നു. എന്നാൽ ഈ സ്വകാര്യ നിക്ഷേപം ഏത് മേഖലയിലാണ് എന്ന് പറയുന്നതിൽ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നതിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്ക് തെറ്റുപറ്റുന്നുണ്ട്. അത് കരിമണലിലാണോ തെറ്റാണ് ശ്രീ ഹരിദാസ്, വ്യാഖ്യാനിക്കുന്നതിലെ തെറ്റുകൊണ്ടുണ്ടാവുന്നതാണോ ഈ പറഞ്ഞ പോലെ കരിമണലിന്റെ വിഷയത്തിൽ മാത്രമല്ല വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ വ്യാഖ്യാനിക്കുന്നതിലെ തെറ്റാണോ സംഭവിക്കുന്നത് ശ്രീ ഹരിദാസ്? വ്യാഖ്യാനിക്കുന്നതിലെ തെറ്റല്ല ശ്രീ ഷാക്കിർ. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഈ ധാതുഖനനവുമായി ബന്ധപ്പെട്ട ആശങ്ക ആദ്യമായിട്ട് ഉയർത്തിയത് KC വേണുഗോപാലാണ്. അല്ലാണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരുമല്ല. താങ്കളുമല്ല, ശ്രീ വേണുഗോപാലും അല്ല, മഞ്ജുഷും അല്ല, ഞാനുമല്ല. KC വേണുഗോപാലാണ് പറഞ്ഞത് കേന്ദ്രത്തിനെ ധാതുഖനനവുമായി ബന്ധപ്പെട്ടിട്ടൊരു കാഴ്ചപ്പാടും അതിൻ്റേതായിട്ടുള്ള നിയമനിർമ്മാണവും നടത്തിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള എന്ത് തീരുമാനങ്ങൾ ആരെടുത്താലും അതിനെ എതിർക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാര KC വേണുഗോപാലാണ്. ആരാണ് KC വേണുഗോപാൽ? കോൺഗ്രസിൻ്റെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി അങ്ങനെ പറയുന്നു. ഇപ്പുറത്ത് M ലിജു എന്ന് പറയുന്ന നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നു ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടോ ഈ വീര്യം കുറഞ്ഞ മദ്യം മാർക്കറ്റിൽ വിൽക്കേണ്ട കാര്യത്തെക്കുറിച്ചിട്ടോ അതിൻ്റെ നികുതി കുറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടോ എന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് കൂടിയായ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി അളിയനെ തൻ്റെ വകുപ്പിലെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് എടുത്ത കാര്യം മറ്റാർക്കും അറിയില്ലെന്ന് പറയുന്നു. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നെടുത്ത നല്ല കാര്യങ്ങൾക്കെല്ലാം കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ആശാ വർക്കർമാരുടെ പൈസ കൂട്ടിയ കാര്യത്തിലായാലും അതൊക്കെ നല്ല കാര്യം തന്നെ. ഇനിയിപ്പോൾ 3000 രൂപ ക്ഷേമ പെൻഷനാക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്ക് 1000 രൂപ കൊടുക്കുന്ന കാര്യത്തിനെ. പക്ഷേ ഇവിടെ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക, കേവലം 37 ദിവസം കൊണ്ട്, 37 അല്ല അതിലത്തെ 7 ദിവസം മാറ്റി നിർത്തിയാൽ 30 ദിവസം കൊണ്ട് ഒരു മദ്യനയത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വിഷയത്തെക്കുറിച്ചിട്ടോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉന്നതരായ നേതാക്കൾ ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് വിമർശിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞുപോയ ഈ ആശാവർക്കർമാരുടെ പൈസ കൂട്ടിയ കാര്യം നല്ലതല്ലേ, അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യണ്ട എന്നൊക്കെ നമ്മുടെ കേരളം എങ്ങനെയാണ് തീരുമാനിക്കുക? അത് പറ്റില്ല. ചർച്ച ചെയ്തുകൊണ്ട് തന്നെ മുൻപോട്ട് പോകണം. കാരണം 10 വർഷത്തെ ഭരണക്കെടുതിയിൽ നിന്നും കേരളത്തെ മോചിപ്പിച്ചത് ഒരു VD സതീശൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല. ഇവിടുത്തെ ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് LDF ഭരണം മാറണം എന്നുള്ളൊരു ചിന്താഗതി വന്നതുകൊണ്ടാണ്. പിന്നെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, 2021 UDF അധികാരത്തിൽ കയറിയിരുന്നുവെങ്കിൽ 2026 ഭരണം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തേക്ക് പോകുമായിരുന്നു. കാരണം എന്താ, ഈ 5 വർഷം കൊണ്ട് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത് പോലെയാണ് ഈ ഭരണം മുൻപോട്ട് പോകുന്നതെങ്കിൽ 2031 തെരഞ്ഞെടുപ്പിലെ തങ്കത്തളികയിലാക്കിക്കൊണ്ട് UDF ഭരണം LDFൻ്റെ കയ്യിൽ കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം തുടക്കത്തിൽ പിഴച്ചാൽ അത് ഒടുക്കവും പിഴയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു പഴഞ്ചൊല്ലാണത്. തുടക്കത്തിൽ തന്നെ 2-3 നിർണായകമായ കാര്യങ്ങളിൽ അങ്ങേയറ്റം തെറ്റുപറ്റിയിരിക്കുന്നു.
വി.ഡി. സതീശൻ സമരമുഖങ്ങളിൽ അങ്ങേയറ്റം അണിനിരന്നുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷവും കേരളത്തിൽ മുൻപോട്ട് പോയിട്ടുള്ളത്. എന്തിനെയൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർത്തിരുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ UDFിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അനുകൂലിക്കുന്ന നിലപാട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനം അതിനെ കാണുക? ശരി ശരി ശ്രീ എം കെ ഹരിദാസ്, ശ്രീ എം എസ് വേണുഗോപാൽ, ഇതാണല്ലോ വിഷയം. ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അനുകൂലിക്കുന്നവർ പോലും ഒരു ചോദ്യം ഉന്നയിക്കും. പ്രതിപക്ഷത്തിരുന്നപ്പോൾ താങ്കൾ എതിർത്തതാണല്ലോ ഇതിനെന്ന്. അതായത് LDFിൻ്റെ പതിവ് രീതി, പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർക്കുകയും ഭരണത്തിൽ വരുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യുന്ന രീതി, അത് വി.ഡി. സതീശൻ്റെ കാര്യത്തിൽ വരികയാണ്. അതല്ലേ ഒരു പ്രശ്നമായി വരുന്നത്. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചതാണ്. എന്താണ് പിണറായി സർക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. ഇവിടെ മദ്യ മുതലാളിമാർക്ക് കുറഞ്ഞ നികുതി നിരക്ക് നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് അവരെ വളരാൻ അനുവദിക്കുന്നു എന്നുള്ള കാര്യം അന്ന് വി.ഡി. സതീശൻ ഉന്നയിച്ചതാണ്. ഇതല്ലേ പ്രശ്നമാകുന്നത് യഥാർത്ഥത്തിൽ? യഥാർത്ഥ പ്രശ്നം ഇതല്ല. യഥാർത്ഥ പ്രശ്നം ഭരണയന്ത്രം ചലിപ്പിക്കുമ്പോഴേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പ്രതിപക്ഷത്തിരിക്കുമ്പം നമുക്ക് എന്തും പറയാം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമുക്ക് എന്തിനേയും വിമർശിക്കാം. പ്രതിപക്ഷത്തു നിന്ന് ഭരണപക്ഷത്ത് വരുമ്പോഴാണ് കളി മാറുന്നത്. അവിടെ അതുകൊണ്ടാണല്ലോ മറ്റേ അറബിക്കടലിൽ തള്ളും എന്നുള്ള കാര്യം ഇപ്പോഴത്തെ മന്ത്രി KM ഷാജി അല്ലേ അവിടെ ഒരു സെക്രട്ടറിമാര് തരത്തിലുള്ള മടിയുമില്ലാതെ തള്ളിക്കളഞ്ഞത്. അവിടെ സെക്രട്ടറിമാരുൾപ്പെടെയുള്ളവർ ഖജനാവിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ചോദിക്കും. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം എന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ ഞെട്ടുന്നതിൽ എനിക്ക് അതിശയം തോന്നുകയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യമാണ് ഈ ബിയർ എന്ന് പറയുന്നത്. ബിയർ പാർലറുകൾ ഇന്ന് വർക്ക് പ്ലേസിൽ വരെ കൊണ്ടുവയ്ക്കാമെന്ന് ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ടെക്നോ പാർക്കിലൊക്കെ എത്ര ബിയർ പാർലറുണ്ടെന്ന് അറിയാമോ? സ്മാൾ അടിച്ചുകൊണ്ടിരുന്ന് ചെയ്യാം. 4%, 5% എന്നാണ് അതിൻ്റെ ബോർഡിൽ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് 18% വരെയുള്ളത് ഹൈക്ക് കിട്ടുന്നതെന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതിലും 35-40% വരെ ലിക്കറാണുള്ളത്. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ടാക്സ് ആണെങ്കിൽ 115% ഉള്ളൂ. അത് 78% അത് 115 ആക്കി ഉയർത്തിയിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് 78% നിശ്ചയിച്ചത്. പിന്നീട് അത് 115% ആക്കി. അപ്പോൾ അതിന് കുഴപ്പമില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുകയാണ്. നിങ്ങൾക്കാകാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കാകാൻ പാടില്ല എന്നുള്ള കാര്യത്തിലേക്ക് വരികയാണ്. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, കേരളം മദ്യപാനികളുടെ ഒരു നാടായി മാറിയിരിക്കുന്നു. നമ്മുടെ ഓണത്തിൻ്റെ വിഷുവിൻ്റെയും താങ്കൾ ആദ്യം പറഞ്ഞാണ്. ഇതിനകത്ത് രാഷ്ട്രീയത്തിലേക്ക് വരും. വി.ഡി. സതീശൻ ഒറ്റപ്പെട്ടോ ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ ഈ വിഷയത്തിലല്ല, തുടങ്ങിയ അന്ന് മുതൽ അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയുടെ അന്ന് മുതൽ അദ്ദേഹം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ അത് അന്ന് ആരും പുറത്ത് പറഞ്ഞില്ല. കാരണം മധുവിധുവിൻ്റെ അന്ന് ആരെങ്കിലും കുറ്റം പറയൂ? മധുവിധു കഴിഞ്ഞു. ഇനിയിപ്പം 30 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, ശരിക്കും 1 വർഷം കഴിഞ്ഞാലേ സാറിന് അതിൽ മധുവിധുവൊക്കെ തീരാറുള്ളൂ. ഇവിടെ ഇതിപ്പോൾ ഡൈവേഴ്സ് കേസ് ആകുന്നതിനുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞു. ഇത് കേന്ദ്രത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന KC വേണുഗോപാലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പതുക്കെ ആയിട്ട് വരും. അന്നേരം വി.ഡി. സതീശൻ സമ്മർദ്ദത്തിലാവും. സമ്മർദ്ദത്തിലായാൽ ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞ പോലെ കൊണ്ടുപോയ ഭൂതത്തിനെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കസേരയിലിരുത്തും. അതാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. ജനങ്ങൾ കൈയടിച്ച് എത്രയോ ഭേദമായിരുന്നു, അങ്ങേര് മാത്രമല്ലേ നമുക്ക് ശല്യം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും ശല്യം ഇല്ലായിരുന്നെങ്കിൽ പറയും. ആ വിധത്തിലേക്ക് മാറുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഭരണത്തിൻ്റെ പോക്ക്. വി.ഡി. സതീശൻ, ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു പ്രായോഗിക ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം ഭരണപരിചയം കുറവാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുമായിട്ട് സംവേദിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എങ്ങനെ കേരളത്തിനെ രക്ഷിക്കാൻ കഴിയും. ഖജനാവിൽ കാശില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ഇവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്നും പറഞ്ഞുകൊണ്ട് 1000 കോടി രൂപയാണിപ്പം KSRTC കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പം 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് സ്കീം, ഇതൊക്കെ ആര് എവിടുന്ന് പണം എടുത്ത് കൊടുക്കും? ഈ 5 പദ്ധതികൾ പറഞ്ഞത് തന്നെ, ഇന്ദിരാ പദ്ധതികൾ തന്നെ നടപ്പിലാക്കണമെങ്കിൽ രൂപ എത്ര വേണം? പിന്നെ ഇവിടെ ഓരോരുത്തർക്ക് DA കിട്ടണം, ശമ്പളം കിട്ടണം, പെൻഷൻ കിട്ടണം. ഇപ്പം കരഞ്ഞ് 2000 രൂപ ആക്കിയത് 3000 രൂപ ആക്കാനായിട്ടുള്ള പരിപാടിയിലേക്കാണ് വി.ഡി. സതീശൻ നിൽക്കുന്നത്. അപ്പം 3000 രൂപ പെൻഷൻ 65 ലക്ഷം പേർക്ക് കൊടുക്കണമെങ്കിൽ ഇത് എവിടുന്നിട്ട് കൊടുക്കും? ഖജനാവിനകത്ത് കാശ് വേണ്ടേ? ഞാൻ പറയുന്നത് ഈ മദ്യത്തിൻ്റെ ഇതെല്ലാം ഈ വരട്ട് തത്വം എന്ന് പറയുന്ന പോലെയാണ്. മദ്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരുമാതിരി വരട്ട് ന്യായമാണ് പറയുന്നത്. ഇത് സാമൂഹികമായി പഠിച്ചവരാണിത് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഹാർഡ് ലിക്കർ, ഹാർഡ് ആയിട്ടുള്ള മരുന്ന്, ഇത് മാറ്റുമ്പോൾ സോഫ്റ്റ് ഡ്രഗ്സ് കൊടുക്കണം അവിടെ. അത് ശരിയാണ്, താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം. അഴിമതി ഉണ്ടാകും എന്നുള്ള കാര്യമാണല്ലോ. അതാണല്ലോ ഈ എത്ര വാങ്ങി, ആര് വാങ്ങി എന്നുള്ള ചോദ്യം വരുന്നത്. കാരണം മദ്യ കമ്പനികൾ സ്വാഭാവികമായിട്ടും കമ്മീഷൻ നൽകും. അതാണല്ലോ ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇപ്പോൾ ബെക്കാഡിയുടെ കാര്യത്തിൽ അങ്ങോട്ട് ഇവിടെ LDF സർക്കാരിനെതിരെ ഇപ്പോൾ ഭരണപക്ഷം ആരോപണം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദനല്ലേ ആദ്യം കത്ത് കൊടുത്തത് ഈ കമ്പനി എന്നുള്ള കാര്യം. അവിടെയും ഇന്ന് M ലിജുവിൻ്റെ വാക്കുകൾ ഉണ്ടായിരുന്നു.
ഈ ബക്കാഡിയുടെ മണം ആർക്കാണ് ഉള്ളത്, ജോണി വാക്കറിന്റെ മണം ആർക്കാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാമെന്ന്. അപ്പോൾ അഴിമതിയുടെ കാര്യങ്ങളാണ്. അപ്പോൾ അഴിമതിയുടെ കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ സർക്കാരിലേക്ക് ആരോപിക്കും UDF നേതാക്കൾ, തിരികെ അപ്പോൾ ഇങ്ങോട്ടും വരും. തീർച്ചയായിട്ടും വരുമല്ലോ. കാരണം ഒരാൾ MLA ആകുന്നത് 5 കോടി രൂപ മുടക്കിയിട്ടാണ്. 1 കോടി രൂപ ഓരോ വർഷവും വേണം മിനിമം കടം തീർക്കാൻ തന്നെ. അപ്പോൾ സർക്കാരുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രത്യേക ഈ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ഓരോ സർക്കാരുകളും നിലനിൽക്കുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ. അവിടെ വീട്ടിൽ തന്നെ 1 ലക്ഷം രൂപ വരെ ഒരു വീട്ടിൽ കിട്ടിയെന്നാണ് പറയുന്നത്, ഓരോ പാർട്ടിക്കാർ കൊണ്ട് കൊടുത്തത്. ഇവിടെ പിന്നെ അതിന് പകരം വേറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പണമിറക്കി പണം പിടിക്കാനുള്ളൊരു പദ്ധതിയായിട്ട് സർക്കാർ ഭരണം മാറിയിരിക്കുന്നു. അപ്പോൾ അതിൽ കുറേയൊക്കെ കാര്യങ്ങൾ നേരെ ചൊവ്വേ ചെയ്യുന്നവരെ അനുകൂലിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ TN ശേഷം പറഞ്ഞ പോലെ ഇതിന് ഇലക്ഷൻ്റെ സിസ്റ്റം മൊത്തം മാറ്റണം. മൊത്തം മാറ്റിയിട്ട് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്ന സംവിധാനം വേണം. അതായത് എല്ലാവരുടെയും നിന്നും കാശ് വാങ്ങിക്കും, മുടക്കാനുള്ള കാശ് എത്രയാണോ അത് വാങ്ങിക്കും, അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയും. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഒരു ഇലക്ഷൻ MLAക്ക് പറഞ്ഞിരിക്കുന്നത്. ആ 1 ലക്ഷം രൂപ ഇലക്ഷൻ കമ്മീഷൻ്റെ പെട്ടിയിൽ കൊണ്ടിടണം, എന്നിട്ട് അവർ പോസ്റ്റർ അടിച്ച് തരും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നിടത്ത് അവർ പോസ്റ്റർ അടിച്ച് അതിൻ്റെ പൈസ അവർ കൊടുക്കും. അങ്ങനെ ഇലക്ഷനെ പൂർണ്ണമായും ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുകയും അത്തരത്തിൽ വളരെ സുതാര്യമായ ഇലക്ഷൻ സംവിധാനം വരികയും ചെയ്താൽ ഈ ഇലക്ഷൻ്റെ ചിലവുകൾ കുറയ്ക്കാൻ ഒക്കുള്ളൂ. ഇലക്ഷൻ്റെ ചിലവ് കുറയ്ക്കാത്തടത്തോളം കാലം കൈക്കൂലി, കമ്മീഷൻ, പിന്നെ ഈ കുത്തകകളുടെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ മറ്റ് വ്യവസായം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഒരെണ്ണം വന്നത് ഈ പിന്നെ പോർട്ടും മറ്റ് കാര്യങ്ങളാണ്. അവിടുന്ന് എല്ലാവരും കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ ഇത് സാധാരണ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന പോലെയല്ല. സാധാരണ തട്ടുകടയിലിരിക്കുന്ന പിന്നെ കടത്തിണ്ണയിലിരിക്കുന്ന ആളുകൾ വരെ സംസാരിക്കുന്ന വിധത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നു. ഈ രാഷ്ട്രീയം എങ്ങനെ പോകുന്നു, അവർക്ക് എങ്ങനെ പണം കിട്ടുന്നു, അവരെങ്ങനെ വിനിയോഗിക്കുന്നു. ഇത് കാലാകാലങ്ങളിൽ ഓരോ സർക്കാരുകൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിക്കാറുണ്ട്. ഈ ഗിമ്മിക്കുകൾ കുറച്ച് പാർട്ടിക്ക് പോകും, കുറച്ച് സർക്കാരിൽ വരും. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നാന്തരം പൊളിച്ചു പണി നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന. ഇവിടെ ലീഗിന്റെ നിലപാട് എന്ന് പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ എതിർപ്പാണല്ലോ. വീര്യം കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും ലീഗിനൊരു നയമുണ്ടല്ലോ. അപ്പോൾ ലീഗിന് നയവുമായി ഒത്തുപോകുന്നതല്ല ഇപ്പോൾ ഈ ബജറ്റിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അല്ല, അത് VD സതീശൻ തന്നെ പറഞ്ഞില്ലേ, പിന്നെ നമ്മളതിന് കൂടുതൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു UDFന്റെ നയം എന്താണ്, അതാണ് സർക്കാരിൻ്റെ നയം. അവിടെ ഒരു ചർച്ചയ്ക്ക് പോലും സ്കോപ്പില്ലാത്ത രീതിയിൽ പറഞ്ഞു. ഇനി UDF അത് ചർച്ച ചെയ്യും. അപ്പോൾ UDF ചർച്ച ചെയ്യും. നിങ്ങൾക്കറിയാം, ഇത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, നമ്മൾ കേരളക്കരയിൽ ഈ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തിക്കൊക്കെ പിറകിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയാണ്. അത് മദ്യമാവട്ടെ, MDMA ആവട്ടെ, കഞ്ചാവാവട്ടെ, മറ്റ് എല്ലാത്തരം ലഹരികളും നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അപ്പോൾ നിങ്ങൾ MDMA നിരോധിച്ചാൽ കള്ള് കുടിക്കൂലേ, കള്ള് കുടിച്ചാൽ അല്ലെങ്കിൽ പിന്നെ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ മദ്യനിരോധനം ഏർപ്പെടുത്തിയാൽ മറ്റു വല്ല ലഹരി ഉപയോഗിക്കൂലൊക്കെ ചോദിച്ചാൽ, അങ്ങനെ ആ ഒരു ചോദ്യത്തിന് നമ്മൾ സമൂഹത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്തകളുണ്ട്. അച്ഛൻ അമ്മയെ പിന്നെ അടിച്ചു കൊന്നു, അല്ലെങ്കിൽ മക്കൾ രക്ഷിതാക്കളെ കൊന്നു. ഇതിനൊക്കെ പിന്നിൽ അവർ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ആ മനുഷ്യരൊക്കെ യഥാർത്ഥ നല്ല മനുഷ്യരാണ്. ലഹരിക്ക് അടിമയാകുമ്പോഴാണ് അവർ പിശാചുക്കളായി മാറുന്നത്. അങ്ങനെ കേരളക്കരയിൽ ഒരു പിശാചും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ നല്ല മനുഷ്യരുടെ അഭിപ്രായം. അതുതന്നെയാണല്ലോ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലും UDF പറഞ്ഞിരുന്നത്. മദ്യവും മയക്കുമരുന്നും രണ്ടും UDFന്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നുള്ള കാര്യം, അല്ല കുറച്ചുകൊണ്ടുവരും എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. തൂഫാൻ തൂഫാൻ ഒരു സംശയമില്ല, വളരെ നല്ലതാണ്. വിരുദ്ധമായി സംഭവിക്കണില്ല. വിരുദ്ധമായി സംഭവിക്കണില്ലല്ലോ. എവിടെ സംഭവിച്ച്? നിങ്ങൾ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ വിരുദ്ധമായി സംഭവിക്കുകയാണെങ്കിൽ അതിലെ പിന്നെ മുസ്ലിം ലീഗും പാർട്ടി അഭിപ്രായം പറയും, കോൺഗ്രസിലെ KC വേണുഗോപാൽ പറഞ്ഞു, VM സുധീരൻ പറഞ്ഞു. ഇവരൊക്കെ അഭിപ്രായം പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതിൽ ചെറിയ പിന്നെ വ്യക്തത കുറവെന്നതുകൊണ്ടാണ്. അത് മുഖ്യമന്ത്രി തന്നെ വിശദീകരണം നൽകി അതിൽ വ്യക്തത വരുത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുസ്ലിം ലീഗോ കോൺഗ്രസോ UDF എടുക്കുന്ന തീരുമാനം മലയാളികൾക്ക് നമ്മളെ നല്ല സമൂഹത്തിന് വേണ്ടിയാണ്. അത് മഞ്ജുഷ ആവട്ടെ, ഇവിടെ കൂടി എല്ലാവരും അംഗീകരിക്കും. അതിന് വിരുദ്ധമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി സമരം നടത്തിയിട്ടുള്ള, മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ പ്രതികരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അതേപടി ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നെ ഇത് രണ്ടും വലിയ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ചർച്ച വരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ PM ശ്രീയുടെ കാര്യത്തിലാണെങ്കിൽ ഭരണപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടനകൾ തന്നെ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്.
കരിമണൽ ഖനനത്തിന് സംഭവത്തിലാണെങ്കിൽ ഇപ്പോൾ VM സുധീരൻ രംഗത്തെത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ലീഗിന് പോലും എതിരെ അഭിപ്രായമാണ് ഉള്ളത്. അപ്പോൾ അത് പരസ്യമായിട്ട് വന്നു കഴിഞ്ഞു. അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു നിലപാട്, അതിന് ഘടകവിരുദ്ധമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് വന്നു കഴിഞ്ഞു ശ്രീ CK ശേഖർ. അതിനി രഹസ്യമാക്കി വെച്ചിട്ട് കാര്യമില്ല. ഇനി അത് തിരുത്താം. ശരി, ഇല്ലല്ലോ. എവിടെ വന്നു മനുഷ്യ, എവിടെ വന്നത്? അല്ല, എവിടെ വന്നത്? ഇനി വീണ്ടും വിശദീകരിക്കണം. വന്നിട്ടില്ലല്ലോ. PM ശ്രീയിൽ നിലപാട് സ്വീകരിച്ചോ? PM ശ്രീയിൽ അതുപോലെ തന്നെ ഈ മദ്യ നടപ്പാക്കാത്ത ഒരു പദ്ധതി രണ്ട് രീതി പറയല്ലേ? അല്ല, നടപ്പാക്കാത്ത ഒരു പദ്ധതിയാണത്. പിണറായി സർക്കാർ നടപ്പാക്കിയോ അത്? അതെ, നടപ്പിലാക്കിയിട്ടില്ല. ഒരു സ്കൂൾ പോലും ഇല്ല. അല്ല, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം UDF ഗവൺമെന്റ് സ്വീകരിച്ചോ? പിന്നെ തീരുമാനം എടുത്തില്ലേ? ഏതെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് പോയോ? പിന്നെ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചു. പിണറായി വിജയൻ സർക്കാർ ഒക്ടോബർ 23 തന്നെയല്ലേ പറയുന്നത്? അത് മാത്രമല്ല, ഫണ്ട് ഞങ്ങൾക്ക് വേണമെന്ന് തന്നെയല്ലേ പറയുന്നത്? ഫണ്ട് വേണം, കരിക്കുലവും സിലബസും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആണെങ്കിൽ PM ശ്രീ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ബന്ധപ്പെട്ട് കാരണം ഇപ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ്. കരിക്കുലവും സംസ്ഥാന സർക്കാരാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. നിങ്ങളെല്ലാം കേട്ടതല്ലേ? അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന പിന്നെ എന്തിനാണ് പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നടപ്പാക്കരുതെന്ന്? ആരെങ്കിലും പറയാതെ? അല്ല, ഇന്നലെ കേരള പൊതുവിദ്യാഭ്യാസ മന്ത്രി, മനുഷ്യ പറയട്ടെ പ്ലീസ്, ഇന്നലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്, പഠിക്കുന്നതിന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 23 പിണറായി വിജയന്റെ സർക്കാരാണ് കേന്ദ്ര സർക്കാരുമായി MOU ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അനാവശ്യ ചർച്ച ഉണ്ടാക്കുന്നത്? നടപ്പിലാക്കിയാൽ ഇതേപോലെ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുകയാണ് പിണറായി സർക്കാർ ഒപ്പുവെച്ചു, അതുകൊണ്ട് ഞങ്ങൾക്കത് അതുമായി മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ എന്ന്. അത് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലോ. നിയമസഭ VD സതീശൻ നിങ്ങൾ ഈ പറഞ്ഞ കരിമണലും അതുപോലെ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ചും VD സതീശൻ കൃത്യമായി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ PM ശ്രീയെ കുറിച്ച് പറഞ്ഞു. ഈ വളരെ വ്യക്തമല്ലേ? ഇതിലെവിടെയാണ് ഒരു സംശയത്തിനിട വരുന്നത്? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിസ്റ്റുകാർ തോറ്റതിന്റെ ജാള്യത മറക്കാൻ വേണ്ടി വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു. ആ വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾ ഏറ്റുപിടിക്കല്ലേ? നിങ്ങളെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സത്യസന്ധമായി ആരാണ്? PM ശ്രീ വിഷയം ഇപ്പോൾ ഇവിടെ ചർച്ചയാക്കിയത് ആരാണ്? നിങ്ങൾ തന്നെയാണ് ചർച്ചയാക്കിയത്, വേറെ ആരുമല്ല. എല്ലാവരും മറന്നിരുന്ന ഒരു വിഷയമായിരുന്നു അത്. അല്ല, PM ശ്രീയിൽ എന്ത് നിലപാട് ഈ സർക്കാർ സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചതിനാണ് നിങ്ങൾ ഈ തരത്തിൽ മന്ത്രിസഭാ ഉപസമിതി തീരുമാനം. ആദ്യം എടുത്ത തീരുമാനത്തിന് മാറ്റാനായിട്ടുണ്ടാക്കിയ യൂട്ടേൺ അടിക്കാനുള്ള ഉപസമിതിയാണ്. പ്രവചിക്കല്ലേ? അയ്യോ, പ്രവചിച്ചതല്ല. നിങ്ങൾ റെക്കോർഡ്സ് എടുത്ത് നോക്ക്. ഞങ്ങളാരും പറയുന്നതല്ല. നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടന തന്നെ അതിനെതിരെ രംഗത്തെത്തി. ഇന്ന് KSU രംഗത്തെത്തി അതിനെതിരെ. മുഖ്യമന്ത്രി പ്രതിപക്ഷ നിങ്ങൾ പോയി ഒപ്പിട്ട സാധനം ഞങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല, അതവിടെ നിൽക്കും. ഇതിൽ ഈ ആശയക്കുഴപ്പമാണ് പ്രശ്നം. നിങ്ങളുടെ നേതാക്കളും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു കാര്യം പറയും, നിങ്ങൾ വന്നിരുന്ന് പറയും അങ്ങനെയൊന്നും അല്ല എന്ന്. നിങ്ങൾ ദയവ് ആശയക്കുഴപ്പം ഉണ്ടാക്കല്ലേ? അല്ല, നിങ്ങളല്ലേ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നത്? അല്ല, നിങ്ങളാണ് ആശയക്കുഴപ്പം, ഞങ്ങളാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് എന്താണ് ഈ ആശയക്കുഴപ്പം? നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞതിനെ നിങ്ങളുടെ സംഘടനകൾ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുക്കുന്നില്ല? അല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകൾക്ക് ഇപ്പോൾ ചർച്ചകൾക്കായി കുഴപ്പം അല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകൾക്ക് സ്വാഭാവികമായും അതാത് സംഘടനകൾ അവർ സ്റ്റാൻഡ് പറയും. അതിപ്പോ ഞാനും പറയും. ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹിയാണ്. ഞങ്ങൾ പറയും എന്താണ് ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന്. പക്ഷെ അത് നിങ്ങൾ ചോദിക്കുമ്പോൾ, വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ സംഘടന സ്റ്റാൻഡ് പറയും. സർക്കാർ അതിൽ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. സർക്കാർ തീരുമാനമെടുക്കട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിഷേധിച്ച തീരുമാനങ്ങൾ ഈ സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഇരട്ടത്താപ്പാണല്ലോ. അങ്ങനെ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ കാത്തിരിക്കുക തീരുമാനം എടുക്കുന്നത് വരെ. ശരി, ശ്രീ MK ഹരിദാസ്. നോക്കൂ മഞ്ജുഷ, ഒരു കാര്യം ഉറപ്പാണ്. LDF സർക്കാരിലെ രണ്ടാം കക്ഷിയായ CPIക്ക് ഭരണത്തിലോ പിണറായി വിജയനെ നിയന്ത്രിക്കുന്നതിലോ CPMനെ നിയന്ത്രിക്കുന്നതിലോ കാര്യമായ പങ്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ 10 വർഷവും കണ്ടതാണ്. സ്ഥിതി അതല്ല.
ഇവിടെ ഇപ്പോൾ UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് PM ശ്രീയിലുണ്ടായി. എവിടെ ഉണ്ടായി? ഇല്ല, അത് ഇലക്ഷൻ ആയതുകൊണ്ട് പറ്റിയത്. PM ശ്രീയിലുണ്ടായല്ലോ. PM ശ്രീയിൽ CPIക്ക് നിയന്ത്രണം ഉണ്ടായി. അതിലേക്കാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഇനിയുള്ള അഞ്ച് വർഷത്തിൻ്റെ ഭരണത്തിൽ മുസ്ലിം ലീഗിനെ ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ഇടപെടേണ്ടതായി വരും. അവർ ഇടപെടുകയും ചെയ്യും. കാരണം ഇവിടെ CPIയുടെ സ്ഥാനത്തല്ല മുസ്ലിം ലീഗ്. അവർക്കറിയാം അവർ പിടിച്ച വഴിക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യം ഉറപ്പുള്ളതുകൊണ്ട് പല കാര്യങ്ങളിലും അവരുടെ നിയന്ത്രണം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തുകൊണ്ട് ആ അബദ്ധം തിരുത്തുന്നതിനേക്കാൾ നല്ലതല്ലേ അബദ്ധം ചെയ്യാതിരിക്കുന്നത്? ഇവിടെ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കേണ്ട എന്ത് അർജൻസി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? പകർച്ചവ്യാധി വ്യാപകമായിട്ട് 86 പേരൊക്കെ കേരളത്തിൽ മരിച്ചു. അതുപോലെ തന്നെ ഇവിടെ സർക്കാർ ആശുപത്രികൾ സജ്ജമാകുന്നില്ലെന്ന് പ്രതിപക്ഷം മുറവിളി കൂട്ടുന്നു, മുൻ ആരോഗ്യമന്ത്രി മുറവിളി കൂട്ടുന്നു. അതുപോലെ തന്നെ നിപ്പ വ്യാപകമാകത്തക്ക തോതിൽ കോഴിക്കോട് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇതിനൊന്നും ആരോഗ്യരംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതി ഉണ്ടാക്കാം. അതുപോലെ തന്നെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകയാണ്. പച്ചക്കറിക്കടയിൽ ഇന്ന് പോയിട്ട് മേടിക്കുന്ന വിലയ്ക്ക് നാളെ ഒരു സാധനം കിട്ടുന്നില്ല. ഇവിടുത്തെ വിലക്കയറ്റത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതിയെ നിയോഗിക്കാം. ഇതൊന്നും ചെയ്യാതെ 3 കാര്യങ്ങളിൽ ചാടിക്കേറി, അതും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അങ്ങേയറ്റം എതിർത്ത 3 കാര്യങ്ങൾ ചാടിക്കയറിയിട്ട് ഉപസമിതി ഉണ്ടാക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കാൻ മറ്റത് ചെയ്യുന്നു. അതുപോലെ തന്നെ വീര്യം കൂടിയ മദ്യത്തിന് വീര്യം കുറഞ്ഞ മദ്യത്തേക്കാൾ നികുതി കൂട്ടുന്നു, വില കൂട്ടാൻ ശ്രമിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും UDFനും ഈ 37 ദിവസത്തിനുള്ളിൽ അങ്ങേയറ്റം പാളിച്ച പറ്റിയെന്ന കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ആഗ്രഹം ഞാൻ തുറന്നു പറയുകയാണ്. VD സതീശൻ ഇവിടെ നന്നായി ഭരിക്കണം. അതിന് VD സതീശന് പാളയത്തിലുള്ള പടയെ ആദ്യം നിയന്ത്രിക്കാൻ കഴിയണം. പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥയിലാണ് VD സതീശൻ എന്ന ബോധം ഓരോ ദിവസവും VD സതീശൻ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പ്രതിപക്ഷത്ത് ഇന്നൊന്നും നിയമസഭയിൽ പ്രതിപക്ഷം കാര്യമായിട്ടൊന്നും ഭരണപക്ഷത്തെ VD സതീശൻ്റെ പ്രസംഗത്തെ ഒന്നും ഒരു വിധത്തിലും തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് സംസാരിക്കാനൊന്നും പ്രതിപക്ഷത്ത് ആരുമില്ല. പ്രതിപക്ഷം അങ്ങേയറ്റം ദുർബലമാണ്. നേരത്തെ ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെ നമുക്ക് 10 വർഷത്തെ ഭരണത്തിലെ ഒരു വ്യക്തിയുടെ ധാർഷ്ട്യവും ഒരു വ്യക്തിയുടെ ധൂർത്തും ഒരു വ്യക്തിയുടെ അഹന്തയും ഒരു വ്യക്തി കാണിക്കുന്ന സ്വജനപക്ഷപാതവും കൊണ്ടാണ് നമുക്ക് അങ്ങേയറ്റം വെറുപ്പ് തോന്നിയതെങ്കിൽ ഇവിടുത്തെ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട്, അത് PM ശ്രീയുടെ കാര്യത്തിലായാലും കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിലായാലും ഈ മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും അത് ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ടുണ്ടായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട് VD സതീശൻ ഓർക്കുന്നത് ഓരോ ദിവസവും നല്ലതാണ്. അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ VM സുധീരനെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ VM സുധീരൻ്റെ എതിർപ്പ് വന്നു. കണ്ണൂർ ഒരാൾ ഇപ്പോൾ ഉറങ്ങിക്കെടുക്കുകയായിരിക്കും, K സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹവും തടകുടഞ്ഞ് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള വലിയ നേതാക്കളുടെ എതിർപ്പ് VD സതീശന് ഉണ്ടാകാത്ത വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ അത് VD സതീശന് നല്ലതാണ്. കേരളത്തിൽ UDFന്റെ ഭരണം 5 വർഷം ജനങ്ങളുടെ ആഗ്രഹമാണ്. അതിനാണ് 102 സീറ്റ് നൽകിയിരിക്കുന്നത്. ഏത് രീതിയിലുള്ള പത്മവ്യൂഹത്തിലാണെങ്കിലും ലീഗിന്റെ ഒരു കരുതൽ അക്കാര്യത്തിൽ ഉണ്ടാവും. ശ്രീ MS വേണുഗോപാൽ, അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെ ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ ഭരണമാണ്. ആ ഭരണം തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിന് VD സതീശനായിരിക്കും കൂടുതൽ ഉപകാരപ്രദമെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ VD സതീശന് വേണ്ടി പിന്തുണച്ചത്. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഘട്ടം ഘട്ടമായിട്ട് ഈ നിലപാടിൽ നിന്ന് മാറ്റും. ഇപ്പം എടുത്ത തീരുമാനങ്ങൾക്കാണ് ഉപസമിതിയെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രിയെ മാറ്റുന്നതിനുള്ള ഉപസമിതി UDFിലുണ്ടാവും. ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ VD സതീശൻ്റെ കാര്യം പരുങ്ങല്ലാവും. അതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇത് ചോദ്യം ഇതായിരുന്നു. മദ്യനയത്തിൽ സർക്കാരിനെതിരെ VM സുധീരൻ, VD സതീശൻ നിലപാട് മാറ്റുമോ? നിലപാട് മാറ്റുമെന്ന് 53% പ്രേക്ഷകർ, ഇല്ല എന്ന് 44%. വേണ്ടി പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.